ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര മഴയാണേ. ഇന്ന് എൻ്റെ അനിയത്തിക്ക് ഒരു ഉണ്ണി ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ അവളെന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചെറിയ ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അതൊക്കെ ചെയ്തിരുന്നു. പോണതും വരുന്നതുമായിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാ വീഡിയോയ്ക്ക് ഒരുമിച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തതാണേ. ഇതവളുടെ മോളാണ്, ഭയങ്കര കുറുമ്പിയാണ്. ഫസ്റ്റ് തന്നെ ഞാനാണ് അമ്മയ്ക്ക് മഞ്ഞൾ മുഖത്ത് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നതാണ്. നമുക്ക് കഴിഞ്ഞ് ഇപ്പോൾ സ്വീറ്റ്സ് അവൾക്ക് അധികം വേണ്ട, കുറച്ച് തന്നാൽ മതി. ഇനിയിപ്പോൾ ആ കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ വൊമിറ്റിങ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാക്കണം. തിരക്കായിട്ടേ ഞാൻ അടുത്ത അവളാണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാട്ടോ അവൾക്ക്. അങ്ങനെ കണ്ടില്ലേ അവൾ കാണിക്കുന്നത്, ഞാൻ ഇതുപോലെ ആക്കുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. സ്വീറ്റ്സൊക്കെ കൊടുത്തു, വളയൊക്കെ ഇട്ട് കൊടുത്തു. ഭയങ്കര തിരക്കാണ്, 2 കയ്യിലും വളയൊക്കെ ഇട്ട് കൊടുത്ത്. ഇനി ഉണ്ണീനൊരു ഉമ്മ വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ വയ്ക്കാനേ ഉണ്ണീനൊക്കെ ഉമ്മ വെച്ചു. ഇതവളുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനുമാണ്. വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ ചടങ്ങായിരുന്നു. അമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പോണതിന് ഭയങ്കര ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് ആൾക്ക്. അവളെ മോളെ ശരിക്കും മോളെ പോലെ തന്നെ നല്ല കാര്യം അവളെന്നെ. അച്ഛൻ സ്വീറ്റ്സൊക്കെ കൊടുത്തു. ഞങ്ങളുടെ അമ്മയച്ഛനുമാണ്. ഞങ്ങളെ താഴെ ഒരു അനിയനും കൂടി ഉണ്ട്. അവൻ ഗൾഫിലാണ്. അച്ഛൻ വളയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അച്ഛനെ അറിയില്ല അത്, അച്ഛൻ വളയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് അവളുടെ അനിയൻ്റെ വൈഫും അവരുടെ അമ്മയാണ്. ഞങ്ങളാണ് കേട്ടോ. ഇനി എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, സജേട്ടൻ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് അറിയില്ല. സജേട്ടൻ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ചോദിക്കുകയാണ്. ഇന്ന് അവളുടെ അമ്മയുടെ ആങ്ങളെയും വൈഫുമാണ്. അച്ഛൻ്റെ ഏട്ടനും വൈഫാണിത്. ഇത് ഏട്ടൻ്റെ വൈഫും മോളുമാണ് കേട്ടോ. അപ്പോൾ അവരുടെ അവിടെ പാലക്കാട് ആയതുകൊണ്ട് അവരവിടേക്ക് ഇങ്ങനെ ചടങ്ങുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കുപ്പിയോളൊക്കെ ഇടില്ലേ, അത് എത്ര ഉണ്ടാണ്, അതെങ്ങനെ പൊട്ടിപ്പോണേ, അതിനനുസരിച്ചിട്ട് പ്രസവം എളുപ്പമാവുന്നൊക്കെ അവരവിടേക്ക് ചടങ്ങുണ്ട്. അതുകൊണ്ടാണ് ഇത് നടത്തുന്നതൊക്കെ ഏട്ടൻ്റെ വൈഫ് പറഞ്ഞിരുന്നു. ഇത് അവരുടെ മക്കളാണ്. അവരിപ്പോൾ വെക്കേഷന് വന്നതാട്ടോ. അവരും പുറത്താണ്. ഇപ്പോൾ അവർക്കിപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ അവർ. അവനിതൊന്നും അറിയില്ല, അവന് താല്പര്യമേ ഇല്ല ഇതിന്. ഇത് എൻ്റെ മോനും അവളുടെ മോളുമാണ് കേട്ടോ. ഞാൻ കണ്ടില്ലേ, സമ്മതിക്കുന്നേ ഇല്ല. ഞാൻ ഇടട്ടെ അമ്മ, ഞാൻ ഇടത്തപ്പോൾ നേരത്തെ അവളെ ഇട്ടതാണെന്ന് പറയുന്നുണ്ട്. അവൻ പിന്നെ കുറച്ച് സൈലൻ്റാണ്, മോളെ പോലെയല്ല. എനിക്കൊരു മോളുണ്ട്. അവള് സ്കൂളിൽ പോയിക്കും. അവൾക്ക് ചെസ്സിൻ്റെ കോമ്പറ്റീഷനുണ്ട്. അവൾ സ്കൂളിൽ പോയിക്കായിരുന്നു. അപ്പോൾ അവൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ അവൾക്ക് ഒരു വിഷമമുണ്ട്. വീഡിയോ ഇടുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സദ്യയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ സദ്യയായിരുന്നു. സദ്യ എല്ലാവരും ഇപ്പോൾ സദ്യ കഴിക്കാൻ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം അവൻ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അവന് വാരി കൊടുക്കണം കേട്ടോ. പിന്നെ അവൻ ഇതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇറങ്ങാനുള്ള സമയമായി. എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഇവള് പോകുന്നതാണ് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. അമ്മ വിഷമിക്കേണ്ട അമ്മ, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ അവള് പറയുന്നുണ്ട്. പിന്നെ ഇറങ്ങുമ്പോൾ വലിയ റിലേഷനും
അതേപോലെ